ഓസ്ട്രേലിയയെ ആശങ്കയിലാഴ്ത്തി തൊട്ടടുത്തുള്ള ടാൻസ്മാൻ കടലിൽ ചൈനീസ് നാവിക വിന്യാസം. തിരക്കേറിയ വിമാനപാത സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് വെടിവയ്പോടുകൂടിയുള്ള ഈ അഭ്യാസം നടന്നത്. തുടർന്ന് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കുമുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ചൈന രാജ്യാന്തര നിയമങ്ങൾ ഒന്നും തെറ്റിച്ചിട്ടില്ലെങ്കിലും സംഭവം ഓസ്ട്രേലിയയ്ക്ക് ആശങ്കയുളവാക്കുന്നതാണ്. മേഖലയിൽ ചൈനയ്ക്കെതിരെ തങ്ങളുടെ ശക്തി കൂട്ടുന്ന രാജ്യങ്ങളിൽ പ്രമുഖ രാജ്യമാണ് ഓസ്ട്രേലിയ. ലോക പ്രതിരോധ ഭൂപടത്തെ അത്രയ്ക്കൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത രാജ്യമായിരുന്നു ഓസ്ട്രേലിയ. മറ്റു രാജ്യങ്ങളായി ഒന്നും തന്നെ കരയതിർത്തി പങ്കിടാത്ത വിസ്തൃത രാജ്യമായതിനാൽ പ്രതിരോധപരമായ ഭീഷണികൾ ഓസ്ട്രേലിയക്ക് താരതമ്യേന കുറവായിരുന്നു. തൊട്ടടുത്ത് ശത്രു രാജ്യങ്ങളും കുറവ്. എന്നാൽ തെക്കൻ ചൈനാക്കടലിൽ ചൈന ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ ഉടലെടുത്ത ശാക്തിക സംഘർഷങ്ങൾ ഓസ്ട്രേലിയയെയും ബാധിക്കുന്നുണ്ട്. റോയൽ ഓസ്ട്രേലിയൻ നേവി, ആർമി, എയർഫോഴ്സ് എന്നിവ അടങ്ങിയതാണ് ഓസ്ട്രേലിയയുടെ സേന. ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം, ശീതകാലത്തെ യുദ്ധ ദൗത്യങ്ങൾ എന്നിവയിൽ ഓസ്ട്രേലിയൻ സേന പങ്കെടുത്തിരുന്നു. 1970 വരെ തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളായ US-നും ബ്രിട്ടനുമൊപ്പം ചേർന്ന് തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾ നടപ്പാക്കുക എന്നതായിരുന്നു ഓസ്ട്രേലിയയുടെ നയം. എന്നാൽ 1970 ശേഷം സ്വന്തവും സ്വതന്ത്രവുമായ ഒരു പ്രതിരോധ നയം രൂപീകരിക്കാൻ ഓസ്ട്രേലിയ തീരുമാനിക്കുകയായിരുന്നു. ഡിഫൻസ് ഓഫ് ഓസ്ട്രേലിയ പോളിസി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നേരിട്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും സഖ്യസേനയുടെ ഭാഗമായി ഓസ്ട്രേലിയൻ സൈന്യവും സൈനികരും ലോകത്ത് പലയിടങ്ങളിലും എത്തിയിട്ടുണ്ട്. ലോകത്ത് സൈനിക കരുത്തിൽ 17ാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ. 470 എയർക്രാഫ്റ്റുകളുള്ള വായുസേനയും 6 അന്തർവാഹിനികളും 8 ഫ്രിഗേറ്റുകളും 3 ഡിസ്ട്രോയറുകളും അടങ്ങിയ നാവികസേനയുമാണ് അവർക്കുള്ളത്. 3 വിഭാഗങ്ങളിലുമായി 60,000-ഓളം സൈനികർ ഓസ്ട്രേലിയൻ സേനയിലുണ്ട്. ആണവ, ജൈവ, രാസായുധങ്ങളെപ്പറ്റി ഗവേഷണത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിലും ആണവായുധങ്ങളോ മറ്റു മാരക ആയുധങ്ങളോ ഓസ്ട്രേലിയയ്ക്കില്ല. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ആണവശേഷി കൈവരിക്കാനുള്ള സാങ്കേതിക ജ്ഞാനമുള്ള രാജ്യങ്ങളായ ന്യൂക്ലിയർ ത്രെസ്ഹോൾഡ് നേഷൻസിന്റെ വിഭാഗത്തിലാണ് ഓസ്ട്രേലിയ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ പ്രതിരോധം കൂടുതൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 2040ഓടെ 18,500 സൈനികരെ കൂടി 3 സേനകളിലായി ചേർക്കുമെന്നും 3,800 കോടി ഓസ്ട്രേലിയൻ ഡോളർ ഇതിനായി ചെലവഴിക്കുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പ്രഖ്യാപിച്ചിരുന്നു. ആണവ അന്തർവാഹിനികളും ഓക്കസ് സഖ്യത്തിന്റെ ഭാഗമായതിലൂടെ ആണവ അന്തർവാഹിനികളും ഓസ്ട്രേലിയയ്ക്ക് ലഭിക്കും. ആണവ അന്തർവാഹിനികൾ ലഭിക്കുന്ന ആദ്യ ആണവേതര രാജ്യമായി ഇതോടെ ഓസ്ട്രേലിയ മാറും. ഹൈപ്പർസോണിക് ആയുധ രംഗത്തും ഓസ്ട്രേലിയ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.